എങ്ങനെ ഇനി ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാ? കുട്ടികൾക്ക് ഇവിടെ വൃക്ഷത്തൈകള് വിതരണം ചെയ്തത് ഹെഡ്മാഷായി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല. നിങ്ങളുടെ മകന് കപ്പങ്ങ തയ്യാ കിട്ടിയെങ്കിൽ അത് നട്ട് വളർത്തുക. അല്ലാണ്ട് തേക്കും തൈ വേണമെന്ന് പറഞ്ഞാൽ തേക്കും തൈന്റെ മുകളിൽ കപ്പങ്ങ ഉണ്ടാവുമോ? മാഷേ, ഇതൊക്കെ ഒരു ശീലം കുട്ടികളിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അത് അത്രേ ഉള്ളൂ കേട്ടോ. തണൽമരാണ് കിട്ടണ വെച്ചാൽ അത് നട്ട് വളർത്തുക. എന്ത് വൃക്ഷങ്ങളാണ് കിട്ടണ വെച്ചാൽ അത് വളർത്തുക കേട്ടോ. ശരി. എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടണം എന്നറിയൂ. ഇവിടെ തൈ വിതരണം ഉണ്ടായി. അപ്പൊ അത് കപ്പങ്ങ കിട്ടിയവർക്ക് തേക്ക് വേണം, തേക്ക് കിട്ടിയവർക്ക് ചന്ദനം വേണം, ചന്ദനം കിട്ടിയവർക്ക് പ്ലാവ് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് കൊടുക്കുക? നിങ്ങക്ക് എന്താ വേണ്ടേ? ഞങ്ങക്ക് തൈയൊന്നും വേണ്ട. അല്ല തയ്യല്ല. എന്താ വന്ന സാറേ, ഇത് എന്റെ മോനാ. അത് ശരി. എന്താ പേര്? കണ്ണൻ. കണ്ണൻ. എന്താ കണ്ണും എന്താ പറ്റിയത്? എന്നാ ആ ഗിലും അമലും കൂടി തള്ളിയിട്ട. ഏതാ ഗിലും അമലും? ലാസ്റ്റ് ബെഞ്ചിലിരിക്കണം. നീ എത്രയിലാ പഠിക്കണേ? 8C. ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞോ? ഇല്ല. അതെന്താ? ക്ലാസ് ടീച്ചർ ലീവാണ്. ക്ലാസ് ടീച്ചർ ലീവോ? 8C അല്ലേ സാറേ? 7 വരെ CBSE പഠിച്ച ചെറുക്കനാ. പിന്നെ ഇവിടുത്തെ സാറന്മാര് വന്ന് വീട്ടിൽ പലതവണ വന്നു പറഞ്ഞു, കാല് പിടിച്ച് എരന്നിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ സൂക്ഷിക്കണ്ടേ സാറേ? അതെ, അത് ഇതിപ്പോ നമ്മൾ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് പരിഹരിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സ്കൂള് തുറന്ന് ഇത്രയും ദിവസമായിട്ടും 8ാമത്തെ പീരീഡ് ഒരു ടീച്ചർ പോലും ഇവന്റെ ക്ലാസ്സിൽ ചെല്ലാറില്ല. സത്യമല്ലേടാ? സത്യം. ഞാൻ എന്നും ചോദിക്കേ. അതെന്താ കാര്യം എന്ന് വെച്ചാലേ, ഈ 8ാം ക്ലാസ്സുകാർക്ക് 8ാമത്തെ പീരീഡ് ഡ്രില്ല്, ചിത്രരചന, മ്യൂസിക്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അതിനൊന്നും ഇവിടെ അധ്യാപകരില്ല. ആകെ 4489 സ്കൂളുകളാണ് കേരളത്തിൽ സർക്കാർ വകയുള്ളത്. ഇവർക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 4200 അധ്യാപകരും. അതിൻ്റെ ഒരു ഏറ്റക്കുറവുകളൊക്കെ പല വിദ്യാലയങ്ങളിലും ഉണ്ട്. എന്റെ സാറേ, ഈ പാട്ടും ഡാൻസും പടം വരെയൊക്കെ പഠിച്ച് എത്ര പേരാണ് വീട്ടിലിരിക്കണത്? ഞാൻ വേണമെങ്കിൽ കൊണ്ടുതരാം. ദിവസക്കൂലിക്ക് ഇവിടെ നിർത്തിക്കോ. അത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകരെ ദിവസക്കൂലിക്ക് എടുത്തോളാൻ സർക്കാർ പറഞ്ഞിരുന്നു, വിദ്യാലയം തുറക്കണായിട്ട് മുമ്പൊക്കെ തന്നെ. പക്ഷെ തരാതെ എങ്ങനെയാ ശരിയാവുക? ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അതെ സാറേ, സത്യം പറഞ്ഞ CBSE പഠിക്കണ കുട്ടികള് സർക്കാർ +2 സ്കൂളിൽ ചേരാൻ വരുമ്പം ഒരുമാതിരി രണ്ടാനമ്മയുടെ മക്കളെ പോലെ കാണുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് 8 തന്നെ ഞാൻ ഇവനെ ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തത്. ഞാനൊരു കാര്യം പറയാം. പല സ്കൂളുകളിലും 7 പീരീഡൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കുട്ടികളുടെ സർഗശേഷി ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു പീരീഡും കൂടി ഇത്തരം ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അധ്യാപകരില്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്ന് വിചാരിച്ചാൽ നമുക്ക് നേരത്തെ ക്ലാസ് വിടാൻ പറ്റൂല. അപ്പോൾ കണ്ണൻ ഒരു കാര്യം ചെയ്യാം. ഈ 7ാമത്തെ പീരീഡ് അങ്ങോട്ട് കഴിയുമ്പോൾ വീട്ടിൽ പോയിക്കോ. വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഇനി അഥവാ ആരെങ്കിലും തന്നോട് ചോദിച്ചാൽ ഒന്നും പറയണ്ട, പോയിക്കോ. അങ്ങനെ ആവുമ്പോ കുഴപ്പമില്ല. പിന്നെ സാറേ, ഇവന് ഇതുവരെ പുസ്തകം ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടും. എപ്പോ കിട്ടും? ക്ലാസ് കഴിയാറാവുമ്പോഴത്തേക്കും കിട്ടും. അത് ക്ലാസ് കഴിയുമ്പോ കിട്ടുന്നോ? അത് എത്തണ്ടേ സാറേ? അപ്പൊ കൊച്ചിന് പരീക്ഷയ്ക്ക് ഒന്നും എഴുതണ്ടേ? എഴുതണം. നമ്മള് പുസ്തകമല്ല പ്രധാനം, അവർക്ക് അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇവിടുന്ന് അധ്യാപകർ കൊടുക്കുന്നുണ്ട്. അത് കേട്ട് മനസ്സിലാക്കുക, പഠിക്കുക, എന്നിട്ട് പരീക്ഷ എഴുതുക, നന്നായിട്ട് മാർക്കൊക്കെ മേടിക്കുക കേട്ടോ. ശരി സാർ. അങ്ങനെ ആവട്ടെ.